ഹലോ വെൽക്കം ടു ചിത്ത വീട്ടി ലൈറ്റ്സ്. അപ്പോൾ അടിപൊളി ഒരു തീയലാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് തേങ്ങാക്കൊത്തൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. അത് സവാളയേക്കാളൊക്കെ എപ്പോഴും ബെറ്റർ ചെറിയുള്ളി തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് ആക്ച്വലി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ 2 പച്ചമുളക് കൂടി കീറിയിട്ടിട്ടുണ്ട്. പിന്നീട് ആവശ്യത്തിനുള്ള കറിവേപ്പില. ഇനി നമുക്ക് തീയലിന് ആവശ്യമായിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ്. അത് നമുക്കൊരു ക്യൂബ്സ് ആയിട്ടാണ് അരിയേണ്ടത്. അങ്ങനെ ജസ്റ്റ് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പൊട്ടറ്റോ ഒന്ന് വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും. നമുക്ക് ആവിയിൽ വെച്ച് തന്നെ വേവിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാത്രം വെച്ച് അടച്ചു കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വെന്തോന്ന് അറിയാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അങ്ങനെ ഏകദേശം വെന്തിട്ടുള്ള ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി, ജീരകപ്പൊടി, ഗരം മസാലയും ഉപ്പും പിന്നെ കുറച്ച് പടവലങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. കിഴങ്ങിൻ്റെ അത്രയൊന്നും വേവ് പടവലത്തിന് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ആദ്യം ഇത് ചേർക്കാഞ്ഞത്. അതുപോലെ തന്നെ ഇതിനേൽ ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് വേണം പടവലങ്ങ അരിഞ്ഞെടുക്കാൻ. ഏകദേശം ഇതുപോലെ കണ്ടില്ലേ? അങ്ങനെ നമുക്ക് ഇതുകൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് വറുത്തരച്ച തേങ്ങയുടെ അരപ്പാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കുക. അതിനുശേഷം നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും കുരുമുളകും കൂടി ചേർത്ത് അരച്ചിട്ടുള്ളതാണ്. അതാണ് പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മിക്സപ്പ് ആക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് തക്കാളിയും അതുപോലെ തന്നെ പിഴിപുളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളിയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ അതും ഇതുപോലെ തന്നെ ക്യൂബായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം പിഴിപുളിയാണ്. അത് നമ്മൾ പുളി വെള്ളത്തിലിട്ട് അങ്ങനെ സെറ്റാക്കി വെച്ചിരുന്ന ആ ഒരു പുളിയുടെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഏകദേശം ഇങ്ങനെ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പുളി ഉപ്പൊന്ന് ബാലൻസ് ആയിട്ടുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടച്ചു വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞ് അതിലേക്ക് ചേരും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ ഒരു അടച്ചു വെച്ചിരിക്കുന്ന പാത്രം തുറന്ന് ചെറിയ തീയിൽ എണ്ണ തെളിയുന്നത് വരെ നമുക്ക് ഒന്നുകൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഒരു ഇതിലൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇറക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കൂടുതലുണ്ടല്ലോ. അപ്പം ഈ എണ്ണ തെളിയുന്നതിന് നമുക്ക് കുറച്ചൊരു വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു തീയലാണ്. നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്